സഭയെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി ശുദ്ധീകരണത്തിന് വേണ്ടി ഒരുക്കുന്നതായ ഞായറാഴ്ചയാണ്. അതിലുപരിയായിട്ട് നവംബർ 1, 2, 3 ഈ തീയതികളിലൊക്കെയും മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഓർമ്മ കഴിക്കുന്ന ദിവസം കൂടിയാണ്. പരിശുദ്ധൻ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ what is the difference between a common person and a saint? എന്താണ് പരിശുദ്ധൻ എന്ന് പറയുന്നത്? ആരാണ് പരിശുദ്ധൻ എന്നുള്ളതായ ആ ഒരു വലിയ പദവി അവർക്ക് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, they are blessed by the Holy Trinity and they are set apart by Holy Trinity. വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തി, പരിശുദ്ധ തൃത്വത്താൽ വേർതിരിക്കപ്പെട്ട, മാറ്റപ്പെട്ട അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ് നാം പരിശുദ്ധൻ എന്ന് പറയുന്നത്. ഈ പരിശുദ്ധ പദവിയിലേക്ക് how they are set apart, how a person is chosen as a saint, how he is set apart from others, this is only through the holy grace of God Almighty. This was given by God Almighty. ദൈവത്തമ്പുരാന്റെ ആർദ്രത കൊണ്ട്, ദൈവത്തിന്റെ കനിവ് കൊണ്ട്, സ്നേഹം കൊണ്ട്, അവരുടെ ജീവിതത്തിന്റെ മാഹാത്മ്യം കൊണ്ട് അവരെ വേർതിരിക്കപ്പെട്ടവരായിട്ട് തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രവുമല്ല, നാം പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നു. Saint Paul was addressing to the churches as the people of the church as saints. വിശുദ്ധന്മാരുടെ സംഘത്തോട് പരിശുദ്ധനായ പൗലോസ്ലീഹ അഭിസംബോധന ചെയ്യുന്നതായിട്ട് തന്റെ പല ലേഖനങ്ങളിലും നാം കാണുന്നു. അങ്ങനെ നോക്കുമ്പോൾ those who are saints are the departed and the living ones. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ മനുഷ്യന് വിശുദ്ധതയിലേക്ക് ഉയർത്തപ്പെട്ടതായ അനേക ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഒരു പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്ത്യാനി, ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത് ജീവിക്കുന്ന മനുഷ്യന്, ദൈവത്താൽ വേർതിരിക്കപ്പെട്ടതായ മനുഷ്യന്, അവൻ ജീവിച്ചിരുന്നാലും മരിച്ചാലും ദൈവത്തെ ആരാധിക്കുന്നവനാണ് എങ്കിൽ അവൻ വിശുദ്ധതയുടേതായ ആ ഒരു പദവിയിലേക്ക് തൃത്വത്തിൻ്റെതായ അനുഗ്രഹത്താൽ അവന് എടുക്കപ്പെടും എന്നുള്ളതാണ് പാശ്ചാത്യ സഭകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് we are believing in the mediation of the saints. നമ്മൾ പരിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, മരിച്ചാലും ജീവിച്ചിരുന്നാലും മരിച്ചവരും ദൈവത്തിന്റെ സന്നിധിയില് സിംഹാസനത്തിന് മുമ്പാകെ ദൈവത്തെ ആരാധിക്കുന്നവരാണ് എന്ന് നാം കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിന് ദൈവികമായിട്ട് ജീവിച്ച് ദൈവികമായ സിദ്ധികൾ ആർജിച്ച് ഇവിടെ നിന്ന് കടന്നുപോയിട്ടുള്ളതായ പിതാക്കന്മാരോട് നാം പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള സംഗതിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാല്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യഹോവയോട് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ, ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ളതായ പ്രയാസങ്ങളെ മാറ്റിക്കിട്ടുന്നതിന് വേണ്ടി, ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയില്ലാത്തതായ അവസ്ഥയിൽ കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അതിനെ ഒന്ന് മാറ്റിത്തരുന്നതിന് വേണ്ടി, അല്ലയോ
പുരോഹിതന്മാരെ ദൈവത്തെക്കാൾ ഉപരിയായിട്ടുള്ളതായ സ്ഥാനം നാം അവർക്ക് കൊടുത്തിട്ടില്ല. പിന്നെയോ അവരുടെ ജീവിതം അത്രമാത്രം മഹത്തരമായിരുന്നു എന്നുള്ളത് അവർ ജീവിച്ചിരുന്നപ്പോഴും ജീവിതത്തിന് ശേഷവും നാം അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളതിനാലാണ് അത്ഭുതങ്ങൾ അവർക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ചത്. ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ grace of God, they were able to cure the sick. They were able to do lot of miracles because of the grace of God. അപ്പൊ ദൈവത്തിന്റെ കരുണ കൊണ്ട് അവർക്ക് ലഭിച്ചിട്ടുള്ളതായ വലിയ ശക്തി. അവർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പേരുകൾ സ്മരിക്കണമേ എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ എത്രയോ ഭാഗ്യകരമായ ഒരു സഭയാണ് ഈ സഭ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ സഭയിൽ ജീവിച്ചിരുന്നതായ സാധാരണക്കാരനായ ഒരു മനുഷ്യന് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയരുകയും അതിനുശേഷം മലങ്കരയുടെ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും അനേകായിരങ്ങൾക്ക് ശരണസ്ഥാനമായിട്ട് ആശ്രയസ്ഥാനമായിട്ട് അദ്ദേഹത്തിന്റെ തിരുശരീരം കുടികൊള്ളുന്നതായ ആ ദേവാലയവും ആ സ്ഥലവും ആയിത്തീരുകയും ചെയ്തുവെങ്കിൽ ദൈവത്തിന്റെ വലിയ മഹാകരുണയാല് ദൈവത്തിന്റെ കരങ്ങള് ഭാഗ്യസ്മരണായ പരമ്പരമാർ ദൈവോരിയോസ് തിരുമേനിയിൽ കൂടി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ്. എന്താണ് പരിശുദ്ധരെന്ന് നാം നോക്കുമ്പോൾ 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പരിശുദ്ധനെ സംബന്ധിച്ച് പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ എഫേസ്യ ലേഖനം 4 അധ്യായങ്ങളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണ് പരിശുദ്ധന് അവന്റെ സ്വഭാവ വിശേഷത എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്താണ്? ഒന്ന്, walking in unity. അവൻ ദൈവവുമായിട്ടുള്ള സംസർഗത്തില് പഴയതിനെ വിട്ടുകൊണ്ട് പുതിയതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നടക്കുന്നതായ ഒരു മനുഷ്യനെ മാത്രമേ നമുക്ക് പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവവുമായിട്ടുള്ളതായ യൂണിറ്റിയില് നടക്കുന്നതായ ഒരു മനുഷ്യന് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവന്റെ പഴയ മനുഷ്യനെയൊക്കെ ഒഴിഞ്ഞു കളഞ്ഞിട്ട് പുതിയ മനുഷ്യനായിട്ട് തീർന്നിട്ട് ദൈവത്തോട് ചേർന്ന് നടക്കുന്നതായ ഒരു മനുഷ്യന് walking in unity, he is a saint. രണ്ടാമതായിട്ട് walking in truth. സത്യത്തിൽ നടക്കുന്നതായ മനുഷ്യന് പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് അവന്റെ ഉള്ളിലെ ആത്മാവിനെ പുതിയിട്ടുകൊണ്ട് സത്യത്തിന്റെ ആത്മാവിന്, പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് അശുദ്ധാത്മാവിന്റെ മനുഷ്യനായിരുന്നുവെങ്കിൽ അവൻ ആന്തരികമായിട്ട് നവീകരിക്കപ്പെട്ടുകൊണ്ട് പുതിയ മനുഷ്യനായിട്ട് പുതിയ സത്യത്തിൻ്റെതായ ആത്മാവിൽ കൂടി വ്യാപരിക്കുന്ന മനുഷ്യൻ, സത്യത്തിന്റെ ആത്മാവിൽ കൂടി ചരിക്കുന്നതായ മനുഷ്യന് മാത്രമേ നമുക്ക് പരിശുദ്ധനായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമതായിട്ട് എന്താണ് ഒരു പരിശുദ്ധന്റെ സ്വഭാവ വിശേഷ എന്താണെന്ന് ചോദിച്ചാൽ walking in love. സ്നേഹത്തിൽ കൂടി നടക്കുന്ന മനുഷ്യൻ. അവിടെ മറ്റൊന്നിന് സ്ഥാനമില്ല, അസൂയയ്ക്ക് സ്ഥാനമില്ല, വെറുപ്പിന് സ്ഥാനമില്ല, ഞാനെന്നുള്ള ഭാവത്തിന് സ്ഥാനമില്ല. ഇതൊക്കെയും വെടിഞ്ഞിട്ട് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നതായ മനുഷ്യന് മറ്റുള്ളവരുടേതായ പ്രയാസങ്ങൾ കാണുമ്പോൾ കണ്ണുകൾ തൂക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മനുഷ്യന് മറ്റുള്ളവരെ മുട്ടിന് വേണ്ടി ആ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യന് സ്നേഹത്തോടുകൂടി മാത്രം മറ്റുള്ളവരെ കാണുവാൻ സാധിക്കുന്നതായ മനുഷ്യന് അവന്റെ വേദനകളെ ശമിപ്പിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യന് പട്ടിണിക്കാരുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി ഉപവാസത്തോടുകൂടി ദൈവസന്നിധിയിൽ തന്റെ സമയം ചെലവഴിക്കുന്നതായ മനുഷ്യന് അവന് സ്നേഹത്തിൻ്റെതായ ആ ഒരു അനുഭവം മാത്രമേ ആ മനുഷ്യന് നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്താണ് walking in love? സ്നേഹത്തിൽ കൂടി നടക്കുന്നതായ ആ മനുഷ്യന്
അതിലൊക്കെ ഉപരിയായിട്ട് walking in wisdom, പരിജ്ഞാനത്തിൽ കൂടി നടക്കുന്ന അല്ലെങ്കിൽ ജ്ഞാനിയായി നടക്കുന്ന മനുഷ്യന് എന്താണ് ജ്ഞാനം എന്ന് പറയുമ്പോൾ നാം തെറ്റിദ്ധരിക്കരുത്. നമുക്ക് കിട്ടുന്ന ഡിഗ്രിയോ അല്ലെങ്കിൽ നാം ഏതെങ്കിലും അക്കാഡമിക് ഡിഗ്രി നമുക്ക് കിട്ടുന്നതായ അറിവോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ദൈവത്തെ അറിയുവാനുള്ളതായ പരിജ്ഞാനം, നന്മയും തിന്മയും തമ്മിൽ വേർതിരിച്ചറിയുവാനുള്ളതായ പരിജ്ഞാനം, ദൈവത്തെ ആരാധിക്കുവാനുള്ളതായ ആ വലിയ ജ്ഞാനം അവന്റെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അവൻ ജ്ഞാനത്തിൽ കൂടി നടക്കുന്നവനായിരിക്കണം. ദൈവത്തെ മനസ്സിലാക്കി ദൈവം ആരാണ് എന്ന് പരിപൂർണമായിട്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാനുള്ളതായ പരിജ്ഞാനം ലഭിച്ചതായ മനുഷ്യനായിരിക്കണം. അങ്ങനെയുള്ള മനുഷ്യന് മാത്രമേ ഒരു പരിശുദ്ധനായിട്ട് തീരുവാൻ സാധിക്കുകയുള്ളൂ. കർത്താവിനുള്ളവരെ, പരിശുദ്ധനായ പരിവർത്തനയുടെ ജീവിത ചരിത്രത്തെ കുറിച്ച് ഞാൻ വിവരിക്കാതെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായ സംഗതിയാണ്. തന്റെ ജീവിതത്തിൽ തനിക്ക് ദൈവ സംസർഗത്തിൽ കൂടി നടക്കുവാൻ സാധിച്ചു. തന്റെ ജീവിതത്തിൽ സത്യമായ രീതിയിൽ കൂടി തനിക്ക് ജീവിക്കുവാൻ സാധിച്ചു. തന്റെ ജീവിതത്തിൽ കൂടി സ്നേഹത്തോടുകൂടി സ്നേഹത്തിൽ കൂടി ജീവിക്കുവാനും മറ്റുള്ളവർക്ക് സ്നേഹത്തെ പകർന്നു കൊടുക്കുവാനും തനിക്ക് സാധിച്ചു. നാലാമതായിട്ട് ദൈവമാണെന്ന് മനസ്സിലാക്കുവാനും ദൈവത്തെ മറ്റുള്ളവർക്ക് അവരുടെ കൺമുമ്പിൽ കാട്ടിക്കൊടുക്കുവാനും തന്റെ പരിജ്ഞാനം കൊണ്ട് തന്റെ വിശുദ്ധം കൊണ്ട് തനിക്ക് സാധിച്ചു. ഇങ്ങനെയുള്ളതായ ഒരു പിതാവിന്റെ ഓർമ്മ നടത്തുന്നതായ ഈ സന്ദർഭത്തില് എന്താണ് ജീവിച്ചിരുന്നാലും മരിച്ചാലും നമുക്ക് ആവശ്യകത എന്ന് ചോദിച്ചാല്, നമ്മുടെ ജീവിതത്തിലേക്ക് നാൾ ഇറങ്ങി നോക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് ആർക്കെങ്കിലും സാക്ഷി പറയുവാൻ സാധിക്കുമോ? He is a man or a woman set apart. വേർതിരിക്കപ്പെട്ടവനായ, മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നനായ ഒരു മനുഷ്യനാണ് എന്ന് നമ്മെ കുറിച്ച് പറയുവാൻ സാധിക്കുമോ എന്ന് നാം ചിന്തിക്കുന്നു. A saint is a man who set apart by God. ദൈവത്താൽ വേർതിരിക്കപ്പെട്ടതായ ഒരു മനുഷ്യനായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തികളെ പ്രവർത്തിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു മനുഷ്യന് ദൈവത്തെ തന്റെ ജീവിതത്തിൽ കൂടി മറ്റുള്ളവർക്ക് അവരുടെ മുമ്പിലേക്ക് കാട്ടിക്കൊടുക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു മനുഷ്യന് ദൈവസ്നേഹത്തെ തന്റെ ജീവിതത്തിൽ കൂടി മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ പര്യാപ്തമായ ഒരു മനുഷ്യന് ആ ഒരു ജീവിതമാണോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്ന് ഇന്നത്തെ പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ ചിന്തിക്കണമേ എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ